ക്രിസ്മസിനൊരു സന്ദേശം നൽകുക എന്നുള്ള ദൈവികമായ ആഗ്രഹമായിരുന്നു. ആ ദൈവിക ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് സന്ദേശം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് ഒരു തിരഞ്ഞെടുപ്പ് ഞാൻ നടത്തിയിരുന്നു. കാരണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ നടത്തുമ്പോൾ ഞാൻ ബൈബിളെടുത്ത് മുമ്പിൽ വെച്ചു, സമ്പൂർണ്ണ ബൈബിൾ. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കൈ ഞാൻ ഇതിങ്ങനെ പിടിച്ചു, ശിരസ്സിങ്ങനെ നമിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എനിക്കറിയാവുന്ന പ്രാർത്ഥനകൾക്ക് ചൊല്ലി. എന്നാലും ഞാൻ ബൈബിളിനോട് പറഞ്ഞു, എൻ്റെ ബൈബിളെ ഞാൻ തുറക്കാൻ പോവുകയാണ്. ബൈബിൾ എന്ത് എന്നെ ആദ്യം കാണിച്ചു തരുന്നു അതിനെക്കുറിച്ചായിരിക്കും ഞാൻ പറയുക എന്ന് പറഞ്ഞു. ബൈബിളെടുത്ത് പിടിച്ചു, രണ്ടായിട്ടിങ്ങനെ തുറന്നു. ഏതോ ഒരു സമയത്തൊരു സഹോദരി എന്നോട് പറഞ്ഞു, സഹോദരി ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ബൈബിൾ നിങ്ങൾ വായിക്കുക? അപ്പോൾ സഹോദരി പറഞ്ഞത്, ബൈബിൾ തുറക്കും, എന്നിട്ട് വലതുവശത്ത് കാണുന്നത് വായിക്കും. ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഞാനൊരിക്കലും ബൈബിൾ കണ്ണടച്ച് എടുത്ത് തുറന്ന് വായിക്കാറില്ല, അതിനുത്തരം തേടാറുമില്ല. പക്ഷേ ക്രിസ്മസിന് വന്നപ്പോൾ എനിക്കങ്ങനെ തോന്നി, ഒന്ന് ചെയ്യണം. ഞാൻ തുറന്നു, എന്നിട്ട് ഞാൻ എൻ്റെ ഇടതുവശത്ത് നോക്കി. ആദ്യം എൻ്റെ കണ്ണിൽ കുടുങ്ങിയ വാക്ക് പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 11-ാം അധ്യായം 26-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മരിക്കും മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കാൻ പാടില്ല, മരണശേഷമാണ് അയാളെക്കുറിച്ച് നമുക്ക് വ്യക്തമാകും. ആരെയും ഭാഗ്യവാനെന്ന് മരണത്തിന് മുമ്പ് പറയാൻ പാടില്ല. ഞാൻ അന്വേഷിച്ചത് ക്രിസ്മസാണ്, ജന്മമാണെങ്കിൽ എനിക്ക് കിട്ടിയത് മരണത്തെക്കുറിച്ചാണ്. പക്ഷേ അക്ഷരാർത്ഥങ്ങളും വാച്യാർത്ഥങ്ങളും വന്ന് സംഗമിക്കുന്നിടത്തൊരു കാര്യം സത്യമാണ്. ആരോലും അറിയപ്പെടാതെ, മനുഷ്യന് പോലും വേണ്ടാതെ കാലിത്തൊഴുത്തിൽ പോയി ജന്മമെടുത്തവൻ ഭാഗ്യമുള്ളവനാണ്? അല്ല, അവൻ ഭാഗ്യവാനെന്ന് ആരും പറഞ്ഞില്ല. അവനുള്ള നന്മയെന്ന് ആർക്കും തിരിച്ചറിഞ്ഞില്ല. ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോയി, മരിച്ചു കാൽവരിയിൽ. ആരും തിരിച്ചറിയുന്നില്ല. പ്രപഞ്ചത്തിലെ അസ്വസ്ഥതകളും പ്രപഞ്ചത്തിന് ഇരുട്ടറകളും സ്ഥാപിക്കപ്പെട്ടു, പക്ഷേ അവിടെയും തിരിച്ചറിഞ്ഞില്ല. എന്നാലും അടുത്തുനിന്ന വിജാതിയൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തിയിട്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇയാൾ സത്യമായും നീതിമാനാണ്. സത്യമതാണ്. മരണത്തിന് മുൻപ് ആരും നമ്മളെ അംഗീകരിച്ചെന്ന് വരില്ല, ആർക്കും ഒരു പക്ഷേ തിരിച്ചറിഞ്ഞെന്നും വരില്ല, ആരും നമ്മളെ മനസ്സിലാക്കണമെന്നുമില്ല. ആരും മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള സങ്കടവും വേണ്ട. കാരണം പ്രഭാഷകൻ്റെ പുസ്തകം വളരെ മനോഹരമായിട്ടാണ് ആ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: ആരും മരണത്തിന് മുമ്പ് ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണമാണ് ഒരാളെ വ്യക്തമാക്കി തരിക. അങ്ങനെയെങ്കിൽ ആ മലമുകളിൽ നിന്ന് ആ വിജാതിയൻ്റെ മനസ്സിൽ ക്രിസ്തുവിൻ്റെ മരണമല്ല കണ്ടത്, ആ വിജാതിയനിൽ ക്രിസ്തു ജനിച്ചു. ആ മനുഷ്യൻ്റെ ആദ്യത്തെ ക്രിസ്മസ് കാൽവരിയിലെ കുരിശിൻ്റെ ചുവട്ടിലായിരുന്നു. അങ്ങനെയെങ്കിൽ സഹനം അവസാനിക്കുന്നിടത്ത്, വേദന അവസാനിക്കുന്നിടത്ത് പുതിയൊരു ജന്മം കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതവും അനുദിനം ക്രിസ്മസ് ആയിട്ട് മാറണം. യേശു ജന്മമെടുക്കണം. യേശു ജന്മമെടുക്കുമ്പോൾ നമ്മളിൽ സ്വർഗീയമായ അനുഭവവും സ്വർഗീയമായ അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മൾ നിറയപ്പെടും. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹാപ്പി ക്രിസ്മസ്. Joyful